ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് റോസ് ഫാമിലിയുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ ദൈവമടിയനെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. പലതരത്തിൽ കയറുവാൻ ഒത്തിരി ഭാരമുണ്ടായിരുന്നു, ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചു. ഇതിപ്പോൾ ഫേസ്ബുക്ക് പേജിലല്ല ഞാൻ കയറിയിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ സ്തോത്രം, എനിക്ക് ഇൻവിറ്റേഷൻ നൽകാത്തത് കൊണ്ട് എനിക്ക് ഫേസ്ബുക്ക് പേജിൽ കയറുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രയർ ഗ്രൂപ്പിൽ കയറിയത്. സ്തോത്രം. അതുകൊണ്ട് വേഗം സമയം ഒത്തിരി മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. വേഗം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂത് പറഞ്ഞ് ദിവസം ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അനാധാരമായി നമ്മളിന്ന് ഈ വൈകിവേളയിൽ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മാത്രം ദൈവസന്നിധിയിൽ വായിച്ച് നിങ്ങളുമായി അല്പസമയം ചെറിയൊരു ചിന്ത പങ്കുവെച്ച് ദിവസം ഇരിക്കുവാൻ ഞാനും കർത്താവിൽ ആശ്രയിക്കുക. 28-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുത്തുകാരൻ വൈദ്യനായ ലൂക്കോസ്, ജാതീയനായ ഏക എഴുത്തുകാരൻ, പൗലോസിൻ്റെ സന്തത സഹചാരിയായിരുന്ന ലൂക്കോസ്, പൗലോസിൻ്റെ ശിഷ്യൻ, യേശു വിളിക്കപ്പെട്ട ശിഷ്യന്മാരിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ലൂക്കോസിനെ കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ നമ്മളിത് വായിച്ച വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച ദിവസം ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. പ്രിയരെ, നമ്മൾ എവിടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. നാം എവിടെ ആയിരിക്കണം, എവിടെ പാർക്കണം, നമ്മുടെ കുട്ടികൾ എവിടെ പഠിക്കണം, നമ്മൾ ഏത് ശുശ്രൂഷകൾ ചെയ്യണം, ആരുമൊക്കെയായിട്ട് നമ്മൾ ബന്ധപ്പെടണം, ആരുമായിട്ടാണ് സ്തോത്രം നമുക്ക് കാര്യങ്ങളുടെയൊക്കെ നിജസ്ഥിതി തിരിച്ചറിയുവാൻ വേണ്ടി ആരെയൊക്കെ നമ്മൾ സമീപിക്കണം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ നിശ്ചയമനുസരിച്ച് നടക്കുകയുള്ളൂ. മാനുഷികമായ പല നിശ്ചയങ്ങളും മാനുഷികമായ പല കാര്യങ്ങളും വൃഥാവായി പോകുവാനിടയുണ്ട്. അതിൻ്റെ മധ്യേ ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ച ലൂക്കോസ് എഴുതുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ലൂക്കോസ് എഴുതുകയാണ്: പിന്നെ ഞങ്ങൾ റോമയിലെത്തി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവരെത്തി. അബ്രഹാമിനെയും ഇസഹാക്കിനെയുമാണ് ദൈവം കൽപ്പിച്ച സ്ഥലത്തെത്തി എന്ന് പറയുന്ന ആ വ്യക്തികളെ നമ്മളവിടെ കാണുന്നത്. സ്തോത്രം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ എനിക്കെന്ത് ചെയ്യണം? യാഗമായി നൽകും. സ്തോത്രം. അബ്രഹാമും ഇസ്ഹാക്കും നടന്ന് ദൈവം കൽപ്പിച്ച സ്ഥലത്തെത്തി. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ അനേക തവണ നമ്മൾ കേട്ടിട്ടുള്ള, അതുകൊണ്ട് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് എനിക്ക് ദൈവാത്മാവ് എന്നെ ഉത്തേജിപ്പിച്ച് വന്നിട്ട് കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുക. സ്തോത്രം. പ്രിയരെ, നാം എവിടെ ആയിരിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. എവിടെ താമസിക്കണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. അവിടെ പറയുകയാണ്, ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവരെത്തി. പിന്നെ താഴ്ത്തു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. അവിടെ ഒരു യാഗപീഠം പണിതു.
ഒരു യാഗപീഠം പണിയും. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് എത്തിയ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? അവൻ യാഗപീഠം പണിയണം. അല്ലെങ്കിൽ അവനൊരു ആരാധന ഉണ്ടായിരിക്കണം. അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവരാണ് ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്തെത്തിക്കുന്നത്. താഴേക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു വിറകടുക്കി യാഗപീഠം പണിതു. ഇസ്രായേലിൻ്റെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം, സ്തോത്രം, ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ ഇസ്രായേലിൻ്റെ ഗോത്രത്തിന് തക്കവണ്ണം പണിത്, സ്തോത്രം. അപ്പോൾ വ്യവസ്ഥയോടെ, ഗോത്രസംഖ്യക്കൊത്തവണ്ണം വ്യവസ്ഥയോടെ ഇടിഞ്ഞു കിടന്നത് പണിതപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഉത്തരം നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വ്യവസ്ഥയോടെ പണിയുന്ന, ദൈവസന്നിധിയിൽ വ്യവസ്ഥയോടെ ആരാധിക്കുന്ന ഒരു ആരാധനാക്രമം ഒരു ദൈവ ഇതിൻ്റെ ജീവിതത്തിലുണ്ടാകും. ആമേൻ, സ്തോത്രം. അപ്പോൾ നമ്മൾ എവിടെ ആയിരിക്കണമെന്ന് പ്ലാനും സ്കെച്ചും തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിൻ്റെ സ്കെച്ച് അനുസരിച്ചാണ് നാം സഞ്ചരിച്ചു പോകുന്നത്. ദാവീദിനെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ദാവീദിനെക്കുറിച്ച് അവൻ്റെ അപ്പനും അവൻ്റെ ജ്യേഷ്ഠന്മാർക്കുമൊക്കെ ഉള്ള ആഗ്രഹം, അവൻ ആടിനെ മേയിച്ച് കാടുകളിൽ പാർക്കുന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അല്ലെങ്കിൽ അവൻ കാട്ടിൽ ജീവിക്കുന്നതായിരുന്നു അവരുടെ ആടുമാടുകളെയൊക്കെ നോക്കുന്നത്. എന്നാൽ ദൈവത്തിന് ഇഷ്ടം അവൻ രാജാവായി ദൈവേഷ്ടം ചെയ്യുന്നതിനായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. അതിന് ഒരു വലിയ പോരാട്ടത്തിൻ്റെ മുൻപിലേക്ക് ദാവീദ് ചെല്ലുന്നത് നമുക്ക് കാണാം. യോനയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം, അവൻ നിനവയിൽ പോയി മാനസാന്തരത്തിൻ്റെ പ്രസംഗം പ്രസംഗിക്കേണ്ടതിനായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. എന്നാൽ സ്തോത്രം, യോനയ്ക്കിഷ്ടം തർശീസിലേക്ക് പോകുന്നതിനായിരുന്നു. പ്രിയരെ, ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പേ നമുക്കൊരു ഏല താഴ്വരയുണ്ട്. പ്രാണനുമായി മല്ലുപിടിക്കുന്ന, വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുക, വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു ജീവൻ മരണ പോരാട്ടമുണ്ട്. യോനയുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും തിരമാലകളും അവനെ തകർത്ത് കളയുവാൻ ശ്രമിച്ചു. പ്രിയ ദൈവത്തിൻ്റെ വേദിയിലെ ആരെല്ലാം എതിർത്താലും ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവൻ നമ്മെ എത്തിക്കും. അപ്പോൾ ദൈവം കൽപ്പിച്ച സ്ഥലത്ത് നമ്മെ ദൈവം എത്തിക്കുമ്പോൾ നാം എന്തു ചെയ്യണം? നമ്മളവിടെ യാഗപീഠം പണിയണം. ഗോത്രസംഖ്യക്കൊത്തവണ്ണം യാഗപീഠം പണിയണം. അവിടെ വിറകെടുക്കണം. എങ്ങനെ വിറകെടുക്കണം? അവിടെ ഇവിടെ കിടക്കുന്ന മുട്ടി വലിച്ചു കൂട്ടിക്കൊണ്ടിട്ടല്ല വിറകെടുക്കുന്നത്. പിന്നെയോ അബ്രഹാമിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, തലേ ദിവസം വിറക് കീറിയടിക്കും. തിരുവചനം പറയുകയാണ്, സ്തോത്രം, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറണം. ഈ ദിവസങ്ങളിൽ പ്രിയരെ, 2025 നമ്മെ വിട്ട് കടന്നുപോയി. 2026 രണ്ടാം ദിവസത്തിലായിരിക്കുന്ന നാം നമ്മുടെ വസ്ത്രങ്ങളെ അല്ല, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കീറേണ്ട കാര്യമുണ്ട്. അപ്പം ദൈവം നമ്മെ ഒരിടത്ത് എത്തിച്ചാൽ ദൈവത്തിന് നമ്മെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഒരു സ്ഥലത്തെത്തിക്കുന്നത്. ഉദാഹരണം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26-ാം വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോവുക. അപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് കൃത്യമായ അടയാളങ്ങളും കൃത്യമായ അഡ്രസ്സും നമുക്ക് നൽകി തരുവാനിടയായിത്തീരും. ഇവിടെ പറയുകയാണ്, നീ എങ്ങോട്ട് പോകണം? വെറുതെ എഴുന്നേറ്റ് തെക്കോട്ട് പോയാൽ പോരാ. യെരുശലേമിൽ നിന്ന് തെക്കോട്ട് ഗസയ്ക്കുള്ള കൃത്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അത് കൃത്യമാണ്. നീ യെരുശലേമിൽ നിന്ന് തെക്കോട്ട് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകണം. ശമരിയായിൽ ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഫിലിപ്പോസ്, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നീ ഇവിടുത്തെ ശുശ്രൂഷ മതിയാക്കി എങ്ങോട്ട് പോകണം? ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകണം. സ്തോത്രം. പ്രിയരെ, നമ്മളൊക്കെ പോകുമോ? ധാരാളം
ഹോള് നിറച്ചും വിശ്വാസികളും നല്ല സെറ്റപ്പൊക്കെ ഉള്ള ഒരു ചർച്ച വിട്ട് ആരുമില്ലാത്തൊരു ദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എത്ര ദേവദാസന്മാർ പോകും? ഇവിടെ ഫിലിപ്പോസിനെ നോക്കിക്കേ. ഫിലിപ്പോസ് ഒന്നും പറയാതെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക്, നിർജ്ജന വഴിയിലേക്ക് ചെല്ലുകയാണ്. ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കറിയാവുന്ന കാര്യം കൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളെ മാത്രം പറഞ്ഞു പോവുക. അവിടെ സ്തോത്രം, ദൈവത്തെ അന്വേഷിക്കുന്ന, എത്യോപ്യ മുഴുവനും സുവിശേഷം കൊണ്ട് നിറയ്ക്കുവാൻ കാരണക്കാരനാകുവാൻ വേണ്ടി ഒരുവൻ ആ നിർജ്ജന വഴിയിലൂടെ രഥത്തിൽ യാത്ര ചെയ്തു വരികയാണ്. അവനോട് സുവിശേഷം പറഞ്ഞ് അവനെ സ്നാനപ്പെടുത്തി സ്തോത്രം ഫിലിപ്പോസ് അവിടെ നിന്ന് പോകുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ പദ്ധതി സ്തോത്രം ആ എത്യോപ്യനായിരുന്ന ആ മനുഷ്യനെ കൊണ്ട് ഒരു രാജ്യം മുഴുവനും സുവിശേഷം അറിയിക്കുവാൻ കാരണമാകുവാനിടയായി തീർന്നു. പ്രിയരെ, ചിലപ്പോൾ ഒരു വ്യക്തി മാത്രമായിരിക്കാം നമ്മുടെ ഒരു മെസ്സേജിൽ സ്തോത്രം ആകർഷനാകുന്നത്. ഒരു വ്യക്തിയോട് മാത്രമായിരിക്കാം ദൈവം ചിലപ്പോൾ സംസാരിക്കുന്നത്. എന്നാൽ സ്തോത്രം ആ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നാം സഞ്ചരിച്ചാൽ ദൈവം നമ്മളിലൂടെ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. ആമേൻ. കർത്താവിനെ ഒന്ന് നോക്കിക്കേ. സ്തോത്രം, ദൈവം നമ്മളെ ആക്കി വയ്ക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തണം എന്നാണ് നമ്മുടെ കുറിവാക്യം. അപ്പോൾ സ്തോത്രം, കർത്താവിനെ ഒന്ന് നോക്കിക്കേ. സ്തോത്രം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും യേശു എവിടെ എത്തി? ഗദരദേശത്തെത്തി. ഗദരദേശത്ത് യേശു കർത്താവ് എത്തണമെന്ന് പിതാവായ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായിരുന്നു. എന്തിനാ ഗദരദേശത്തെത്തിയത്? ശരീരം ചതച്ച്, തന്നെത്താൻ ശരീരം ചതച്ച്, ആരാലും അടക്കുവാൻ കഴിയാതെ ഇരുമ്പ് ചങ്ങലകളാലും ഇരുമ്പ് ചങ്ങലകളാലൊക്കെ ബന്ധിച്ചിരുന്ന ആ മനുഷ്യൻ ആ ഇരുമ്പ് ചങ്ങലകൾ വലിച്ചു പൊട്ടിച്ചും ഉരുമിയൊടിച്ചും സ്തോത്രം ശരീരം മുഴുവൻ ചതച്ച് നിലവിളിച്ചുകൊണ്ട് രാത്രിയിൽ കല്ലറകളിൽ കിടന്ന് ദേശത്തുകൂടെ അലറി കരഞ്ഞ് സഞ്ചരിക്കുന്ന, ആർക്കും വേണ്ടാത്ത, ആരോരുമില്ലാത്ത, വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്ത, എല്ലാവർക്കും പേടി സ്വപ്നമായ ഹല്ലേലൂയ ഒരു മനുഷ്യനെ തേടി യേശു ഗദരദേശത്തെത്തി. പ്രിയരെ, നമ്മെ ദൈവം ഒരു സ്ഥലത്തേക്ക് വിടുന്നത് ആർക്കും വേണ്ടാത്ത ചിലതിനെ തേടി. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ആ മനുഷ്യപുത്രൻ്റെ മഹനീയമായ ശുശ്രൂഷയാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ട് ചില കാണാതെ പോയ ചിലതിനെ, ആർക്കും വേണ്ടാത്ത ചിലതിനെ, വീട്ടുകാർക്ക് വേണ്ടാത്ത ചിലതിനെ, നാട്ടുകാർക്ക് വേണ്ടാത്ത ചിലതിനെ, സ്തോത്രം എല്ലാവർക്കും പേടി സ്വപ്നവും ആമേൻ സ്തോത്രം നിന്ദയുമായി നിൽക്കുന്ന ചിലതിനെ നമ്മുടെ കയ്യിൽ യേശു കർത്താവിന് വേണ്ടി ഏൽപ്പിക്കാനാണ് നമ്മെ ചില സ്ഥലത്തേക്ക് ദൈവം അയക്കുന്നത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യം. അവൻ കഫർന്നഹൂമിലെത്തി. ഒരു ശതാധിപൻ യേശു കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുക, എൻ്റെ ബാല്യക്കാരൻ എന്ത് ചെയ്യുന്നു? പക്ഷപാതം പിടിച്ച് കിടക്കുന്നു, അവനെ ഒന്ന് സൗഖ്യമാക്കുക. ആമേൻ. സ്തോത്രം. ആ ബാല്യക്കാരനെ സൗഖ്യമാക്കുവാൻ സ്തോത്രം അപേക്ഷിച്ചു വന്ന ശതാധിപനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിൽ വരാം. ആ ശതാധിപൻ്റെ വിശ്വാസം നോക്കണം. ആ ശതാധിപൻ പറയുകയാണ്, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒന്ന് കൽപ്പിച്ചാലും മതി. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. ഞാൻ ചിലരോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകും, വരാൻ പറഞ്ഞാൽ അവൻ വരും. അങ്ങനെയെങ്കിൽ നീ അധികാരിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകുമെന്ന് അവൻ്റെ ഹല്ലേലൂയ വലിയ വിശ്വാസം അവൻ പ്രസ്താവിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആമേൻ. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, യേശു കർത്താവ് വരികയാണ്. എവിടെ വരുന്നു? അവൻ വീട്ടിലെത്തുക. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം. അവൻ വീട്ടിലെത്തിയപ്പോൾ വഴിയിലൂടെ യേശു കർത്താവിൻ്റെ പിന്നാലെ നിലവിളിച്ചനുഗമിച്ച 2 കുരുടന്മാരുണ്ടായിരുന്നു. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരെ എത്തിയ
2 കുരുടന്മാർ. യേശു കർത്താവിനോട് അവരോട് മനസ്സലിവ് തോന്നുവാനിടയായിത്തീർന്നു. സ്തോത്രം. അവരെ സൗഖ്യമാക്കി പറഞ്ഞയക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, നമ്മൾ വായിച്ചത് സ്തോത്രം 28-ാം അധ്യായം, അപ്പസ്തോല പ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. എത്തുമെന്നൊരു ഉറപ്പുമില്ലായിരുന്നു. സ്തോത്രം. കടലിലും കരയിലുമായി കനത്ത പ്രതിസന്ധികളായിരുന്നു. പക്ഷേ സകല പ്രതിസന്ധികളെയും തകർത്തുകൊണ്ട്, എല്ലാ പ്രതികൂലങ്ങളെയും തോൽപ്പിച്ച്, അവൻ കേട്ട ദൈവശബ്ദം പോലെ ദൈവം അവരെ റോമിലെത്തിച്ചു. ഇന്ന് ഈ വൈകിവേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, 2025 അവസാനം കാണുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ലായിരുന്നു. അനേക പ്രതിസന്ധികളുണ്ടായിരുന്നു, പ്രതികൂലങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവയെ തരണം ചെയ്ത് 2026 നമ്മെ കൊണ്ടുവരുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ 2026 അവസാനം കാണുവാൻ, ആരംഭം കണ്ട അനേകർ 25 ആരംഭം കണ്ട അനേകർ 2025 അവസാനം കാണാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ നമ്മെയും ദൈവം ഈ 26 ആരംഭം കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഇതിൻ്റെ അവസാനം വരെ നമ്മളെ കൺമണി പോലെ സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തുവാൻ ശക്തനായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, പിന്നെ ഞങ്ങൾ റോമയിലെത്തി എന്ന വാക്യത്തിൽ നിന്ന് സ്തോത്രം നമ്മളെ ദൈവം കൽപ്പിച്ച സ്ഥലത്താക്കി വയ്ക്കും. അവിടെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിത്തരുവാനിടയായിത്തീരും. നാം വിശ്വസ്തയോടെ ദൈവസന്നിധി നിന്നാൽ നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫേസ്ബുക്ക് പേജിൽ കയറുവാൻ ഇൻവിറ്റേഷൻ കിട്ടാത്തതുകൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവനാമത്തിലെ കാര്യങ്ങളെ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ ദിവസത്തിലേക്ക് ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.